വെൽക്കം ടു റോഡ് വീൽ ടേഴ്സ് രാമപുരം. കഴിഞ്ഞ ദിവസം നമ്മൾ വെച്ച ബോർഡ് കാട്ടിലാണ് ഇരിക്കുന്നത് എന്ന് തോന്നുമെന്ന് കണ്ടവർ പലരും അഭിപ്രായപ്പെട്ടു. എന്താണെങ്കിലും ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, അത് സന്തോഷം. നമുക്ക് പുതിയ ബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളിലാപ്പള്ളി പാലത്തിന് സമീപമുള്ള ഈ സ്ഥലത്ത് നമ്മൾ ചോദിച്ചു, അനുവാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ ബോർഡ് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് മരമൊന്നും ഇല്ലാത്തത് കൊണ്ട് 2-3 കമ്പ് നാട്ടിയിട്ട് അതിൽ ബോർഡ് കെട്ടിവെക്കാം എന്ന് പ്ലാൻ ചെയ്തു. മുകളിലത്തെ തൊട്ടിയിൽ പോയി കമ്പ് വെട്ടിക്കൊണ്ട് വന്നു. കമ്പ് വെട്ടാൻ മുകളിലേക്ക് പോയത് എന്താണെങ്കിലും ലാഭമായി. മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു വാഴക്കൊല മൂത്ത് നിൽപ്പുണ്ട്. ഞാൻ നട്ടതല്ലാതെ പിന്നെ വളവിടാനോ ഒന്നും അതിൻ്റെ ചുവട്ടിലോട്ട് പോയിട്ടില്ല. എങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു കൊല കിട്ടി. വാഴക്കൊലയും കമ്പൊക്കെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് കടയിലേക്ക് പോയി. ഇന്ന് കടയിൽ പുതുതായിട്ട് കുറച്ച് സ്കൂട്ടർ ടയറുകൾ കൂടി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അപ്പോളോയ്ക്ക് പുറമെ സിയറ്റ്, മിഷലിൻ, TVS ഈ കമ്പനിയുടെ എല്ലാം സ്കൂട്ടർ ടയറുകളും ബൈക്ക് ടയറുകളും ഉണ്ട്. ഈ റാക്കുകളിൽ ഇരിക്കുന്നത് ഫുള്ള് 2 വീലർ ടയറുകളാണ്. ഇതൊക്കെ ബുള്ളറ്റ്, KTM ഡ്യൂക്ക്, ബജാജ് ഡോമിനർ, യമഹ FC, ഹോണ്ട ഹൈനസ്, ഹണ്ടർ, അതുപോലെ അത്യാവശ്യം പവർ കൂടിയ ബൈക്കുകളുടെ ടയറുകളൊക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബോർഡ് ഡിസൈനിങ്ങിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ബോർഡ് ഡിസൈനിങ് ഒക്കെ ഇപ്പം എളുപ്പത്തിലുള്ള പരിപാടിയേ ഉള്ളൂ. ChatGPT കൊണ്ട് അത്യാവശ്യം ബോർഡ് ഡിസൈൻ ചെയ്യിക്കും. അതിനുശേഷം ഫോട്ടോഷോപ്പിൽ ചെറിയ ടച്ചിങ് ഒക്കെ നടത്തി നമുക്ക് വേണ്ട രീതിയിൽ റെഡിയാക്കും. ഇത്തവണ നമ്മൾ ബോർഡ് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തത് സുമംഗലിയിലാണ്, രാമപുരത്ത് MR രാജചേട്ടൻ്റെ കടയിൽ. രാജചേട്ടൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റ് എടുത്ത് തന്നു. വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് റെഡിയാക്കി തന്നു. ബോർഡൊക്കെ റെഡിയാക്കി അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പം ഒരു ചെറിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇതാണ്ട് നമ്മൾ ബോർഡ് വെക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ജോസ് കെ മാണിയുടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലായിരുന്നു ബോർഡ് വെക്കാനിരുന്നത്. പക്ഷേ അവിടെ ബോർഡ് വെച്ച് കഴിയുമ്പം ഫ്ലെക്സിന് മറവാകും. അതുകൊണ്ട് ഇലക്ഷൻ കഴിയുന്നവരെ ബോർഡ് വെക്കേണ്ടതെന്ന് തീരുമാനിച്ചു. നമ്മൾ വേറെ 2 ചെറിയ ബോർഡ് കൂടി 6-4 സൈസിൻ്റെ 2 ബോർഡ് കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതെന്താണെങ്കിലും കൊണ്ടുപോയി വെച്ചു. നമ്മുടെ ഈ ബോർഡ് 9-ാം തീയതി കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വെക്കാൻ തീരുമാനിച്ചു. ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.